അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഫ്ലൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലൂട്ട് ഉണ്ടാക്കാനായിട്ട് 20 mm പൈപ്പാട്ടോ മേടിച്ചേ. ഒരു ഫുൾ പൈപ്പ് നമ്മൾ മേടിച്ചു. 50 രൂപയുള്ളൂ ഒരു ഫുൾ പൈപ്പിന്. ആദ്യം നമുക്കിതിന് എത്ര നീളം വരും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈയുടെ സ്കെയിലാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ഏകദേശം 40.4 സെൻറ്റിമീറ്റർ നീളമാണ് വേണ്ടത്. മുറിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മുറിക്കണം, വളഞ്ഞൊന്നും പോകരുത്. കറക്റ്റായിട്ട് തന്നെ അതേ അളവിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കണം. ഇങ്ങനത്തെ ഒരു അലൂമിനിയം പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ PVC പൈപ്പ് കറങ്ങാതിരിക്കാനാണ്. നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ പൈപ്പ് കറങ്ങാതിരിക്കാനാണ് നമ്മളിത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാം. എന്തായാലും ലൈൻ കറക്റ്റായിരിക്കണം, നേരെ തന്നെ ഇരിക്കണം വരയ്ക്കുമ്പോൾ. കണ്ടോ, വര വരച്ചേക്കുന്നുണ്ടോ? കറക്റ്റ് ലെവലായിട്ടാണ്. ഇത് വളഞ്ഞും തിരിഞ്ഞും പോകരുത്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് എന്തുവാന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ അടയാളം ചെയ്താൽ മതി. ഞാൻ ഇത് വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ അളവ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തേത് ബ്ലോയിങ് ഹോള്, നമ്മൾ ഊതാൻ ഉപയോഗിക്കുന്ന ഹോളാണ്. 7.2 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. 7.2 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫിംഗറിൻ്റെ ഹോളാണ് വരുന്നത്. അതിൻ്റെ നീളം വരുന്നത് 20.5 സെൻറ്റിമീറ്റർ. ഒന്നാമത്തെ ഹോള്, ഫിംഗറിൻ്റെ ഒന്നാമത്തെ ഹോള് 20.5 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ഫിംഗർ ഹോള് 22.7 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ഹോള് വരുന്നത് 25.1. ഇനി നാലാമത്തെ ഹോള് വരുന്നത് 28 സെൻറ്റിമീറ്റർ. അതിൻ്റെ അടുത്ത ഹോള് 30 സെൻറ്റിമീറ്റർ. അതിൻ്റെ അടുത്ത ഹോള് 33.3 സെൻറ്റിമീറ്റർ. ഇനി അവസാനമായിട്ട് വരുന്ന ട്യൂണിംഗ് ഹോൾ വരുന്നത് 36.8 സെൻറ്റിമീറ്റർ. ആദ്യം ചെറിയ കത്രി ഉപയോഗിച്ചാണ് നമ്മളതിൻ്റെ ഹോൾ ഇടുന്നത് കേട്ടോ. ഒരുപാട് ബലം പിടിക്കാതെ വേണം ഹോളിടാൻ. സാവധാനത്തിൽ വേണം ചെയ്യാൻ. ധൃതി പിടിച്ചൊന്നും ചെയ്ത് കുളവാക്കരുത്. ആദ്യം ഒരു ചെറിയൊരു ഹോള് മാത്രം ഇട്ടാൽ മതി. ഇതേ രീതിയിൽ തന്നെ എല്ലാത്തിൻ്റെ ഹോള് നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. അതേപോലെ ഇതിൻ്റെ ട്യൂണിംഗ് ഹോൾ വരുന്നത് ഞാനൊരു സൈഡിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നേരെ മേളിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സൈഡിൽ കൊടുക്കാം. എങ്ങനെയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ കത്രികയ്ക്ക് എത്ര ഇടാൻ പറ്റുമോ ആ ഒരു വലിപ്പത്തിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഹോള്. ഒരുപാട് വലുതല്ല, ഇത് ചെറിയ കത്രികയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ വലിയ കത്രിക ഇരിക്കുന്നെങ്കിൽ ആദ്യമേ വലുതായിട്ട് ഹോളാക്കി കൊടുക്കരുത്. അതിന് പ്രത്യേക അളവുണ്ട്, അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ ഹോളിനും പ്രത്യേക അളവാണ്. ഇനി നമ്മൾ വലിയ കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടിയാണ് കൊടുക്കുന്നത്. ഇനി ഓരോ ഹോളിൻ്റെ അളവ് ഞാൻ പറയുമ്പോഴും അതിൽ കുറച്ച് വേണം നിങ്ങൾ എടുക്കാൻ. അതിന് കാരണമുണ്ട്. നമ്മൾ പിന്നീട് പേപ്പർ പിടിക്കുമ്പോൾ വീണ്ടും അളവ് കൂടും. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും 1 mm നിങ്ങൾ കുറച്ചിട്ട് വേണം ഹോളിൻ്റെ വലിപ്പം കൂട്ടാൻ. നമ്മൾ ഊതാൻ ഉപയോഗിക്കുന്ന ഹോള് 1 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ എടുക്കരുത്, അതിൽ കുറച്ച് വേണം എടുക്കാൻ. മനസ്സിലായോ? ഒരു 9 mm വേണം എടുക്കാൻ. ആദ്യത്തെ 3 ഹോളുകൾ 9 mm ആണ് വരുന്നത് കേട്ടോ. 9 mm ആണ് ആദ്യത്തെ 3 ഹോളുകൾ വരുന്നത്. നാലാമത്തെ വരുന്നത് 8 mm ആണ്. അഞ്ചാമത് വരുന്നത് 1 സെൻറ്റിമീറ്റർ. അത് ഇച്ചിരി വലിയ ഹോളാണ്. അഞ്ചാമത്തെ ഹോള് 1 സെൻറ്റിമീറ്റർ ഉണ്ട്. ആറാമത്തെ ഹോള് 9 mm. ഇനി നമ്മുടെ ട്യൂണിംഗ് ഹോൾ വരുന്നത് 8 mm. ഇത് ഞാൻ കറക്റ്റായിട്ട് കൊടുത്തേക്കാം, തെറ്റിപ്പോകരുത്. ട്യൂണിംഗ് ഹോൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇടണം. ഫ്ലൂട്ടിൻ്റെ അകഭാഗവും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കിഴിച്ചതിൻ്റെയൊക്കെ വേസ്റ്റ് അതിനകത്ത് അതേപോലെ തങ്ങി നിൽക്കും. അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലൂട്ടിൻ്റെ ഈ ഒരു ഭാഗം സാൻഡ് പേപ്പർ ചുരുട്ടി ഒന്ന് കനം കുറച്ചെടുക്കണം. ഫ്ലൂട്ടിൻ്റെ അകവശമായിട്ടോ പറയുന്നത്, പുറമല്ല. ഇതിൻ്റെ ആണ്ട് ഈ സൈഡിൻ്റെ കനം ഒന്ന് നല്ലപോലെ കുറച്ച് കൊടുക്കണം. അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ അകത്ത് വേണം കുറയ്ക്കാൻ, പുറമല്ല. അകത്തെ സൈഡ് വേണം കുറച്ച് കൊടുക്കാൻ, എങ്കിൽ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കത്തുള്ളൂ. ബാക്കി ഹോളൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. പിന്നെ വലിപ്പം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വലിപ്പമായി പോകാനും പാടില്ല. നമ്മുടെ ഫ്ലൂട്ട് മൊത്തത്തിലൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് പിടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫിംഗറൊക്കെ അടയുമ്പോൾ കറക്റ്റായിട്ട് അടയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് നല്ലപോലെ ഒന്ന് പേപ്പർ പിടിച്ച് എടുക്കണം. ഇനി നമ്മുടെ PVC അടയ്ക്കാനായിട്ട് ഒരു റബ്ബറിൻ്റെ പീസ് വേണം. ഞാനൊരു ചെരുപ്പിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. നമ്മുടെ PVC വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടും. എന്നിട്ട് നമുക്കിത് കത്തി ഉപയോഗിച്ച് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനെ കനമൊന്നും കുറയ്ക്കരുത്. കറക്റ്റ് അളവിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും, അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ആ PVC പൈപ്പിനകത്ത് കയറുന്ന ഒരു കമ്പോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പൈപ്പോ എടുക്കാം. 34.5 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളം ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടയാളം ചെയ്ത് വെച്ച് ആ ഒരു കമ്പി നമ്മൾ പൈപ്പിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാവും എത്ര അകത്തോട്ട് പോകണോ എത്ര പുറത്തോട്ട് പോകണമെന്ന്. കറക്റ്റ് ആ വരച്ച ലൈൻ നമ്മുടെ പൈപ്പിൻ്റെ എൻഡിൽ നിൽക്കണം. എന്നിട്ട് നമ്മുടെ കോർക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലൂട്ടാണ്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, സെയിം ഫ്ലൂട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഫ്ലൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കോഴി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.